അപ്പൊ നമ്മളെ തേർഡ് സെക്ഷന് അപ്പൊ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്ററിൽ 3 സെക്ഷൻ ആക്കി കഴിഞ്ഞാൽ ആ 6 മാർക്ക് എനിക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അതിൽ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ആദ്യം തന്നെ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, ശബ്ദത്തിന്റെ പ്രതിപതനം, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അതിൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിൽ അത് രണ്ടും പ്രയോജനപ്പെടുത്തുന്ന 2 സന്ദർഭങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 20 സൗണ്ട് ബോർഡ്സ്, കർവ്ഡ് സീലിംഗ് ഇൻ ഹാൾ എന്ന് പറഞ്ഞ 2 പോയിന്റ് ഉണ്ട്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് നോക്കുക, ചോദിക്കും എവിടേക്കാണ് ഇത് അപ്ലൈ ചെയ്യണമെന്ന് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. ദെൻ എക്കോ. എക്കോയിൽ ഒരു 4 പോയിന്റാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്നാമത് എന്താണ് എക്കോ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് അറിയാം അല്ലെ. ഒരു ശബ്ദം കേട്ടതിന് ശേഷം അതേ ശബ്ദം തന്നെ വീണ്ടും കേൾക്കുന്നതിനാണ് നമ്മൾ എക്കോ എന്ന് പറയാം. അതിൽ ഈ എക്കോന്റെ 4 പോയിന്റിൽ ഒന്നാമത്തെ പോയിന്റ് എക്കോന്റെ മിനിമം ഡിസ്റ്റൻസ് പഠിക്കാം. എക്കോന്റെ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.5 മീറ്റർ ആണ്. അത് എയറിലാണ്. നമ്മൾ ആ 350 × 1/10 വെച്ചാണ് ബൈ 2 വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, വാട്ടറിൽ എക്കോ അഥവാ ജലത്തിൽ പ്രതിധ്വനി സാധ്യമാവാനുള്ള മിനിമം ഡിസ്റ്റൻസ് 74 മീറ്റർ ആണ്. അത് നമ്മൾ വെള്ളത്തിന്റെ സ്പീഡ് വെച്ചിട്ട് ചെയ്യാണ് 1450 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എയറിലെ എക്കോന്റെ ഡിസ്റ്റൻസ് 17.5 വാട്ടറിലെ എക്കോന്റെ ഡിസ്റ്റൻസ് 74 മീറ്റർ ആണ്. അപ്പോൾ ഇതിൽ എക്കോയിൽ പഠിക്കേണ്ട എക്കോന്റെ പ്രോബ്ലംസ് പഠിക്കുക. പ്രോബ്ലംസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 3 ഇക്വേഷൻ അവിടെ തന്നെ കണക്ട് ചെയ്യാനുണ്ട്. ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആദ്യം നിങ്ങൾ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ പഠിക്കുക. D = V × T/2. അതിൽ നിന്ന് വിന്റെ ഇക്വേഷൻ പഠിക്കുക. V = 2D/T. അതിൽ നിന്ന് തന്നെ ടീന്റെ ഇക്വേഷനും പഠിക്കുക. T = 2D/V. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പ്രോബ്ലംസ് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, എക്കോന്റെ ഒരു പ്രോബ്ലം തന്നിട്ട് അതിൽ ടൈം തരികയാണെങ്കിൽ നിങ്ങൾ ആ ടൈം എടുത്തോണ്ടു. ഇനി ടൈം തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ 1/10 സെക്കൻഡ് ആക്കി എടുക്കുക, 1/10 എടുക്കുക, അഥവാ 0.1 സെക്കൻഡ് ആക്കി എടുക്കുക. ടൈം തന്നു കഴിഞ്ഞാൽ ആ ടൈം തന്നെ ചൂസ് ചെയ്യുക. ടൈം തന്നിട്ടില്ലെങ്കിൽ ഈ 1/10 എന്നുള്ള ടൈം എടുത്താൽ മതി കേട്ടോ. കാരണം അത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ആണ്, അത് വെച്ചാണ്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് എക്കോയിൽ പഠിക്കാനുള്ളത്. പിന്നീടുള്ളത് റിവർബറേഷൻ ആണ്. അനുരണനം എന്ന് പറഞ്ഞ പേജ് നമ്പർ 22 റിവർബറേഷൻ പഠിക്കുക. റിവർബറേഷന്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടു, ചിലപ്പോൾ ചോദിക്കും ഈ റിവർബറേഷൻ അഥവാ അനുരണനത്തിന് കാരണം എന്താണെന്ന് ചോദിക്കും. ആ കാരണം എന്ന് പറയുന്നത് മറ്റേ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. അഥവാ റിവർബറേഷന്റെ റീസൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. അതും കൂടി പഠിക്കുക. പിന്നീട് ഇതിൽ വരുന്നത് ലിമിറ്റ്സ് ഓഫ് ഓഡിയബിലിറ്റി ആണ്. ലിമിറ്റ്സ് ഓഫ് ഓഡിയബിലിറ്റി നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. 20 Hz to 20,000 Hz അഥവാ 20 Hz to 20 kHz എന്നും പറയാം. പിന്നെ ബിലോ 20 Hz ഇൻഫ്രാസോണിക്കും എബവ് 20 Hz അൾട്രാസോണിക്കും ആണെന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് അറിയാലോ. അപ്പൊ അതും ജസ്റ്റ് നോക്കുക. പിന്നീട് ഈ ഗാൾട്ടൺ വിസിലിന്റെ കാര്യം, അതേപോലെ തന്നെ ഈ വവ്വാലിന്റെ കാര്യം ഒന്ന് ആലോചിക്കുക. ഈ വവ്വാല് അൾട്രാസോണിക് സൗണ്ട് ആണ്. ഗാൾട്ടൺ വിസിലും അൾട്രാസോണിക് സൗണ്ട് തന്നെയാണ്. ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 Hz ആണ്. അപ്പൊ ആ കാര്യം കൂടി എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നീട് ഈ ചാപ്റ്ററിൽ വരുന്നത് സീസ്മിക് വേവ്സും അൾട്രാസോണിക് വേവ്സിന്റെ കൺസെപ്റ്റുമാണ്. അൾട്രാസോണിക് വേവ്സിന്റെ യൂസസ് ചോദിക്കുക എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഡെയിലി ലൈഫിൽ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആയതുകൊണ്ട് തന്നെ അൾട്രാസോണിക് സൗണ്ട്സിന്റെ യൂസസ് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ സീസ്മിക് വേവ്സിനെ കുറിച്ചുള്ള പഠനം, സീസ്മോളജി, സീസ്മിക് വേവ്സിന്റെ ആ ഒരു ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി അഥവാ നമ്മളെ ഭൂകമ്പങ്ങളുടെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയില് റിക്ടർ സ്കെയിലാണ്. കാര്യങ്ങൾ പഠിക്കുക. പിന്നെ സുനാമി, ജസ്റ്റ് സുനാമി എന്താണെന്ന് പഠിക്കുക. സുനാമിയിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് 2 പോയിന്റ് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ചാപ്റ്റർ. ഇങ്ങനെ 3 സെക്ഷൻ ആക്കിയാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 സെക്ഷൻ ആക്കി നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സെറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചൂസ് ചെയ്താൽ മതി. സെറ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്ററിന്റെ 6 മാർക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. ഓക്കെ.